Welcome, Dr.Paul V. Matthew, the Habit Builder. ചെറിയ ശീലങ്ങളിലൂടെ വലിയ വിജയം എന്നുള്ളതാണ് നമ്മളുടെ ആപ്തവാക്യം. ഇന്നും പുതിയൊരു പുസ്തകം നമുക്ക് പരിചയപ്പെടാം. മേക്കിംഗ് ഹാബിറ്റ്, ബ്രേക്കിംഗ് ഹാബിറ്റ്സ്. നമ്മുടെ ആശയം തന്നെ മേക്കിംഗ് ഗുഡ് ഹാബിറ്റ്, ബ്രിങ്ങിങ് ഗുഡ് ഹാബിറ്റ്, ബ്രേക്കിംഗ് ബാഡ് ഹാബിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ജെറമി ഡീൻ എഴുതിയ ഈ പുസ്തകം മേക്കിംഗ് ഹാബിറ്റ്സ്, ബ്രേക്കിംഗ് ഹാബിറ്റ്സ്, അതിൽ പറയുന്നത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. വൈ വി ഡു തിങ്സ്, എങ്ങനെയാണ് നാം കാര്യങ്ങൾ ചെയ്യുന്നത്. വൈ വി ഡോണ്ട്, എങ്ങനെയാണ് നാം കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത്. ആൻഡ് ഹൗ ടു മേക്ക് എനി ചേഞ്ച് സ്റ്റിക്ക്, ഒരു ചേഞ്ച് ജീവിതത്തിൽ ഉണ്ടായാൽ അതിനെ എങ്ങനെ നമുക്ക് നിലനിർത്തുവാൻ സാധിക്കും. നാം പലപ്പോഴും ചർച്ച ചെയ്ത കാര്യമാണ് പുതിയൊരു ഹാബിറ്റ് ഉണ്ടാക്കിയാൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. ഇന്ന് രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കാനായിട്ട് മേശയിൽ ഇരുന്നപ്പോൾ എൻ്റെ മോള് ഓടി വന്നു. 2 വയസ്സ് മാത്രമേ ഉള്ളൂ. അവൾ പറഞ്ഞു, ഇത് എൻ്റെയാണ്. എനിക്ക് മനസ്സിലായില്ല. അവൾ പറഞ്ഞത്, ഈ കസേര എൻ്റെയാണ്, ഈ കസേരയിൽ ഞാനാണ് ഇരിക്കാറ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. കാരണം അവളായിരുന്നു കസേരയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാറ്. ഞാൻ വന്ന് ഇരുന്നപ്പോൾ അവൾ പറഞ്ഞു, ഇത് എൻ്റെ കസേരയാണ് എന്ന്. ഇപ്പം നമുക്കും അറിയാം, നാം ഇപ്പോൾ ഡിന്നർ കഴിക്കുകയാണെങ്കിൽ, ലഞ്ച് കഴിക്കുകയാണെങ്കിൽ എന്നും നാം ഇരിക്കുന്ന ഒരു സീറ്റ് ഉണ്ടാവും. ഇതിന് ധാരാളം ഉദാഹരണങ്ങൾ ഈ പുസ്തകത്തിൽ ജെറമി ഡീൻ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഒരു ഹാബിറ്റ് ഉണ്ടാകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കുഞ്ഞ് ആ കസേര വേണമെന്ന് ആവശ്യപ്പെട്ടു. നമ്മളും എപ്പോഴും ഇരിക്കുന്നത് ഒരു പ്രത്യേക കസേരയിൽ, അല്ലെങ്കിൽ ഡിന്നർ ടേബിളിൽ നമുക്കിരിക്കാൻ ഒരു കസേര ഉണ്ടാകും. അപ്പോൾ നാം സ്ഥിരമായി ഹോട്ടലിൽ കഴിക്കാൻ പോകുന്നത് മിക്കവാറും ഒരു ഹോട്ടൽ തന്നെയായിരിക്കും. മിക്കവാറും ഇരിക്കുന്ന സ്ഥലം ഒന്ന് തന്നെയായിരിക്കും. ഇനി ഒരു ബോൾ നമ്മുടെ നേരെ പെട്ടെന്ന് ഒരാൾ എറിയുകയാണെങ്കിൽ നാം അത് എന്തായാലും പിടിക്കാൻ ശ്രമിക്കും. ഒരു കോയിൻ ടോസ് ചെയ്ത് നമ്മുടെ നേരെ ഇടുകയാണെങ്കിലും നാം അത് പിടിക്കാൻ ശ്രമിക്കും. എന്തിനാണ് അത് ചെയ്യുന്നത് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമാണ്. കാരണം നമ്മുടെ ഹാബിറ്റുകൾ ഓട്ടോ പൈലറ്റാണ്. സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ചെയ്യണം, ഇങ്ങനെയാണ് എന്നുള്ള ചിന്താഗതി നമ്മിൽ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ടാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങൾ നാം മാറ്റാൻ തയ്യാറാകുന്നില്ല, നാം അത് പിന്തുടരുകയാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നാം എന്തൊക്കെയോ ഇംപ്രിന്റ് ചെയ്തിരിക്കുന്നു, അത് ഓട്ടോ പൈലറ്റായി സ്വാഭാവികമായി സംഭവിക്കുകയാണ്. അത് തന്നെയാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല ആളുകളുമുണ്ട്, വെറുതെ ഇമെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. എന്തെങ്കിലും മെയിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് 10 മിനിറ്റ് കൂടുമ്പോൾ മെയിൽ ചെക്ക് ചെയ്യും. അപ്പോൾ മെയിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടാകില്ല. അപ്പോൾ റിഫ്രഷ് ചെയ്യും. അതുപോലെ വെറുതെ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കും, വാട്സപ്പിൽ പുതിയതൊന്നും വന്നിട്ടുണ്ടാകുകയില്ല. അപ്പോൾ നമുക്ക് ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടാകും. അതിന് പറയുന്ന പേരാണ് പാർഷ്യൽ ലോസ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നിരന്തരമായി നാം ചെയ്യുന്നൊരു ഹാബിറ്റ് നമ്മിൽ നെഗറ്റീവായിട്ടുള്ള കോൺസിക്വൻസസ് ഉണ്ടാക്കുകയും ആ ഡിപ്രഷൻ പോലുള്ള അസുഖത്തിലേക്കും വരെ കൊണ്ടുവരും എന്നുള്ളതാണ് ഈ പാർഷ്യൽ ലോസ് എഫക്റ്റിലൂടെ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഡോം സ്ക്രോളിംഗ് എഫക്റ്റ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നാം മൊബൈൽ എടുത്ത് സ്ക്രീൻ ഓണാക്കി സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുന്ന സ്വഭാവമുണ്ടോ? പലപ്പോഴും നാം കാണുന്നത് നെഗറ്റീവായിട്ടുള്ള മെസ്സേജുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ആദ്യത്തെ 3 മിനിറ്റിൽ നാം കാണുന്ന കാര്യങ്ങൾ, നാം ചെയ്യുന്ന കാര്യങ്ങൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ നെഗറ്റീവ് ആണ് എങ്കിൽ തീർച്ചയായും ആ ദിവസം തന്നെ ഹൈലി അൺപ്രൊഡക്റ്റീവും വളരെ മോശമായുള്ള ദിവസവുമാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഡോം സ്ക്രോളിംഗ് ആയാലും പാർഷ്യൽ ലോസ് എഫക്റ്റ് ആയാലും നമ്മുടെ ജീവിതത്തെ നെഗറ്റീവായുള്ള കോൺസിക്വൻസിലേക്ക് നയിക്കുന്നതാണ്. ഈ ശീലങ്ങൾ നാം തുടർന്നുകൊണ്ടിരിക്കും. മെയിൽ ചുമ്മാ ചെക്ക് ചെയ്യുന്നതാണെങ്കിലും, വാട്സപ്പ് ചുമ്മാ ചെക്ക് ചെയ്യുന്നതാണെങ്കിലും, ചുമ്മാ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യുന്നതാണെങ്കിലും എല്ലാം നെഗറ്റീവായിട്ടുള്ള ഹാബിറ്റ്സ് ആണ്. അപ്പോൾ എങ്ങനെ വൈ വി ഡോണ്ട് അതിന് ഒഴിവാക്കുവാൻ സാധിക്കും? വൈ വി ഡു തിങ്സ്. അപ്പോൾ അതിൻ്റെ ഒരു സയൻസ് നാം മനസ്സിലാക്കിയിരിക്കുക. ഹൗ ടു മേക്ക് എനി ചേഞ്ച് സ്റ്റിക്ക്. ഒരു പോസിറ്റീവായ ചേഞ്ച് കൊണ്ടുവന്നാൽ നമുക്ക് എങ്ങനെ അത് കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കാൻ സാധിക്കും. നെഗറ്റീവായ ട്രേറ്റ് ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അതിനെ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യം നാം മനസ്സിലാക്കുക. പലപ്പോഴും നാം സ്ലേവ്സ് ആണ്, ഹാബിറ്റിൻ്റെ സ്ലേവ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഡ്രിങ്കിങ് ആണെങ്കിലും, സ്മോക്കിംഗ് ആണെങ്കിലും, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്നതാണെങ്കിലും, ഈ പറയുന്ന സോഷ്യൽ മീഡിയ നോക്കുന്നതാണെങ്കിലും, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും നാം ഏതോ ഒരു ഹാബിറ്റിൻ്റെ അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ സ്ലേവ്സായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നാം ഹാബിറ്റിനെ സ്ലേവ് ആകരുത്, നാം സ്ലേവിനെ ഹാബിറ്റ് ആക്കുക, അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡിനെ നാം സ്ലേവ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ജെറി ഡീൻ ഈ പുസ്തകത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഞാനൊന്ന് പരാമർശിക്കാം. ഒന്നാമത്തെ കാര്യമാണ് ഇൻറ്റൻഷൻ. ശരിക്കും ഒരു ഹാബിറ്റിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇൻറ്റൻഷനാണ്. ഇപ്പോൾ എനിക്ക് മനോഹരമായ ഒരു ടൂത്ത് അല്ലെങ്കിൽ പല്ല് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ബ്രഷ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ സൗന്ദര്യത്തെക്കുറിച്ച് ബോധമുള്ള ആളാണെങ്കിൽ ഞാൻ അത് എങ്ങനെയൊക്കെ നന്നാക്കാമെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഫിറ്റ്നസിനെ കുറിച്ച് ബോധമുള്ള ആളാണെങ്കിൽ, ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഞാൻ തീർച്ചയായും ഫിറ്റ്നസ് കൂട്ടുവാൻ ശ്രമിക്കും. ഇപ്പോൾ ഞാനൊരു ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായും അവർ ഇംപ്രസ് ചെയ്യുവാൻ ഇൻറ്റൻഷനലായി പല ആക്ടിവിറ്റീസും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇൻറ്റൻഷനലാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇൻറ്റൻഷനലായി ചെയ്യാനുള്ള ഗോൾ എന്താണ്?
അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഹാബിറ്റ് ഉണ്ടാക്കുവാൻ സാധിക്കൂ. രണ്ടാമത്, ഈ ഗോൾ ഉണ്ടെങ്കിലും ഇൻറ്റൻഷനൽ ആണെങ്കിലും പലപ്പോഴും അത് കൺസിസ്റ്റൻ്റായി തുടരുവാൻ സാധിക്കില്ല. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം കഴിയുമ്പോഴത്തേക്കും നാം അതിനകത്തുനിന്ന് പിൻവാങ്ങാൻ സാധ്യത. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ നമുക്ക് ആവശ്യമാണ്. അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഒരുപക്ഷെ നമ്മുടെ സ്ട്രോങ് വൈ അല്ലെങ്കിൽ നല്ല ഗോളിൽ നിന്നായിരിക്കാം മോട്ടിവേഷൻ ഉണ്ടാകുന്നത്. ഡെയിലി നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴായിരിക്കും നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ മോട്ടിവേഷനും ഓരോ ദിവസവും നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകാൻ ശ്രമിക്കണം. ഇന്നലത്തെ ഇമ്പ്രൂവ്മെൻറ്റിൽ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാകാൻ സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യത്തിലേക്ക് നാം നീങ്ങുന്നു തോന്നുമ്പോൾ മോട്ടിവേഷൻ ഉണ്ടാകണം. ആ മോട്ടിവേഷൻ അകത്തുനിന്ന് വരുമ്പോഴാണ് നമുക്ക് ഈ ഹാബിറ്റ് ബിൽഡ് ചെയ്യുവാൻ സാധിക്കും. ഒരു പക്ഷേ ഈ പുസ്തകത്തിൻ്റെ എസെൻസ് എന്ന് പറയുന്നത് ഈ മേക്കിംഗ് ഹാബിറ്റ്സ് ബ്രേക്കിംഗ് ഹാബിറ്റ്സ് ബൈ ജെറമി ഡീൻ്റെ എസെൻസ് എന്ന് പറയുന്നത് WOOP, വൂപ്പ് എന്നുള്ളതാണ്. അപ്പോൾ വൂപ്പിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വിഷ്, ഔട്ട്കം, ഒബ്സ്റ്റക്കിൾസ്, പ്ലാൻ. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ഹാബിറ്റിന് ആവശ്യമായിട്ടുള്ളത്. വിഷ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു നമുക്കൊരു ആഗ്രഹം വേണം അത് ചെയ്യണമെന്നുള്ളത്. 2, ഒരു ഔട്ട്കം ഉണ്ടാകണം, ആ കാര്യം ചെയ്താൽ റിസൾട്ട്സ് ഉണ്ടാകുമെന്നുള്ളത്. ഇപ്പോൾ പല്ല് തേച്ചാൽ മനോഹരമായ പല്ലുണ്ടാകുമെന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടിനോടോ ബോയ് ഫ്രണ്ടിനെയോ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ റിസൾട്ട്സ് ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു ഔട്ട്കം ഉണ്ടാകണം. 3ാമത്തെ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒബ്സ്റ്റക്കിൾസ്. ഈ ഹാബിറ്റ് നാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഫോളോ ചെയ്യുമ്പോൾ ധാരാളം ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്ന ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഫെയിലിയേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അതിനെ എങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ള അല്ലെങ്കിൽ ആ പ്ലാൻ, അതാണ് 4ാമത്തെ കാര്യം. അപ്പോൾ ഈ ഗോളിലേക്ക് എത്താൻ ഹാബിറ്റിനെ നാം കൃത്യമായി പ്ലാൻ ചെയ്യുക. അങ്ങനെ പ്ലാൻ ചെയ്യുന്ന വഴി വിഷ്, ഔട്ട്കം, ഒബ്സ്റ്റക്കിൾ, പ്ലാൻ, ഈ 4 കാര്യങ്ങൾ തീർച്ചയായും നമ്മുടെ പുതിയൊരു ഹാബിറ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ആവശ്യമാണെന്ന് ഓർക്കുക. 4ാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പോസിറ്റീവ് സെൽഫ് ടോക്ക്. നാം പറയുന്ന വാക്കുകൾ ഏതെല്ലാമാണ്? ഐ ഷുഡ് ഡു, എനിക്കിത് ചെയ്യണം, ഇതെനിക്ക് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാകും, അങ്ങനെയല്ല നാം പറയേണ്ടത്. പോസിറ്റീവായ വേർഡ്സ് ഉപയോഗിക്കുക. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എൻ്റെ ജോലി നഷ്ടപ്പെടും, ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് രോഗം വരും, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇത് ചെയ്താൽ എനിക്ക് സാലറി കൂടും, എൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും, എനിക്ക് പ്രൊമോഷൻ കിട്ടും. അതല്ലെങ്കിൽ ഈ കാര്യം ചെയ്താൽ എനിക്ക് പോസിറ്റീവായ ഔട്ട്കം ഉണ്ടാകും. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ഓപ്പണായി പറയുവാൻ നമുക്ക് സാധിക്കും. ഈ പുസ്തകം ധാരാളം ടിപ്സ് നമുക്ക് കാണുവാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഡയറ്റിനെ കുറിച്ച് നമുക്ക് ഒരു ടിപ്പ് കാണാൻ സാധിക്കും. നാം ഉപയോഗിക്കുന്ന പ്ലേറ്റ് സ്മോൾ ആക്കുക, നാം കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൊണ്ടുവരിക, പിന്നെ ലെസ് പ്രൊഡോമിനൻ്റ് ആയിട്ടുള്ള ഹാൻഡ് ഉപയോഗിക്കുക. ഇപ്പോൾ നാം ഭക്ഷണം കഴിക്കുന്ന ഒരു പക്ഷേ വലത് കൈ കൊണ്ടായിരിക്കാം, അതിനുപകരം സ്പൂൺ ഉപയോഗിക്കുക, പിന്നെ ഇടത് കൈ ഉപയോഗിക്കുക. അങ്ങനെ ചില ശീലങ്ങളിലൂടെ, പ്രാക്ടീസിലൂടെ നമുക്ക് നെഗറ്റീവ് ഹാബിറ്റ്സിനെ ഒഴിവാക്കുവാനും പോസിറ്റീവ് ഹാബിറ്റ്സിനെ കൊണ്ടുവരുവാനും സാധിക്കും. ഓർക്കുക, ചെറിയ ശീലങ്ങളിലൂടെയാണ് വലിയ വിജയമുണ്ടാകുന്നത്. ഈ പുസ്തകങ്ങളെല്ലാം പറയുന്നത് പുതിയതായിട്ടുള്ള നല്ല ഹാബിറ്റുകൾ എങ്ങനെ കൊണ്ടുവരുവാൻ സാധിക്കും, എങ്ങനെ മോശമായ ഹാബിറ്റുകളെ നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. വിജയം സുനിശ്ചിതമാണ്, പക്ഷേ കണ്ടിന്യൂസ്, റിപ്പീറ്റഡ്, കൺസിസ്റ്റൻറ്റ് ആൻഡ് ഡിസിപ്ലിൻഡ് ആക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. ചെറിയ ശീലങ്ങളിലൂടെ വലിയ വിജയം നേടുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.